നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ. യെസ്, കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ഏഷ്യാനെറ്റിൽ പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും. അനുമോളുടെ ബെഡിൽ നിവിൻ വെള്ളം ഒഴിക്കുന്ന ഒരു സീന്. അരിയൻ കൈയടിക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പ്രൊമോ അങ്ങനെ അവിടെ അവസാനിച്ചു. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാനും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ലൈവിൽ കുറച്ച് മുന്നേ ഈ സംഭവം കംപ്ലീറ്റ് നടന്നു. A to Z ഈ ഒരു വിഷയം കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് അങ്ങനെ ആരും ഒരാളുടെ PR-ഉം അല്ല, ഒരാളുടെ സപ്പോർട്ടും ചെയ്തിട്ടല്ല. അതായത് ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അനുമോളാണെങ്കിലും നെവിനാണെങ്കിലും സംസാരിച്ച ഷാനവാസ് ആണെങ്കിലും ഒപ്പം നിന്നിട്ടുള്ള ആദിലയാണെങ്കിലും ആരാണെങ്കിലും അപ്പുറത്ത് ഇപ്പോൾ നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യനാണെങ്കിലും അക്ബർ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഞാൻ ആരുടെയും PR-ഓ ആരുടെയും PR എന്ന് ഞാൻ പറയുന്നില്ല, ആരുടെയും ഭാഗം നിന്നിട്ടുള്ള സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈ വിഷയത്തിൽ അനുമോളുടെ കൂടെ ആയിരുന്നു എന്ന് ഞാൻ പറയാനുള്ള റീസൺ ഉണ്ട്. ലൈവ് കണ്ടവർക്ക്, നിഷ്പക്ഷമായിട്ട് ആ വിഷയം കണ്ട് ചിന്തിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാവരും ഇന്ന് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം, ആ പൊടിയുടെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടാണ്. ടാസ്കിൽ ആര്യൻ ജയിച്ചു, പക്ഷേ നൂറ പൊളിച്ചു. രണ്ടുപേരും അതെ, പക്ഷേ നൂറ അടിപൊളിയായി. സീരിയസ്ലി ഇത്രയധികം എൻഡ്യൂറൻസ് ടാസ്കുകളിൽ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറ എന്നുള്ളത് മനസ്സിലായിരുന്നില്ല. പ്രത്യേകിച്ച് അതിനെന്തൊക്കെയോ സർജറി റിലേറ്റഡ് കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല അടിപൊളിയായിട്ട് നൂറ കളിച്ചു. അടിപൊളി പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ടാസ്കിൻ്റെ ഒരു കാര്യം കൂടി പറയണം. അവരവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സാബുമാനും അനുമോളും തമ്മിൽ സംസാരിക്കുന്നു. രണ്ടുപേർക്കും അനീതി നടന്നു എന്നുള്ളത് അവരവിടെ പറയുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് സാധാരണ എല്ലാവരും നിൽക്കുന്ന സമയത്ത് പൊടിയുടെ ആ ഒരു ഇത് പിടിക്കുന്ന സമയത്ത് അവർക്ക് നോർമലി ഫൂട്ട് നിലത്ത് വെച്ചിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ സാബുമാനും സാബുമാനാണ് പറഞ്ഞിട്ടുള്ളത്. അനുമോൾ കൂടെ സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ ഞാൻ കണ്ടില്ല, അനുമോൾ ഔട്ടായതിനു ശേഷം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ സാബുമാൻ്റെ കേസിൽ വെച്ചാൽ എത്തിപ്പിടിച്ചിട്ടാണ് സാബുമാൻ നിന്നിരുന്നത്. സാബുമാന് ഫിസിക്കൽ ടാസ്കുകളിൽ എവിടേക്കോ സാബുമാനോട് അൺഫെയർ ആയിട്ട് ആരൊക്കെയോ പെരുമാറുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. സാബുമാൻ അവിടെ അത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പല സ്ഥലങ്ങളിലും റെസ്റ്റ് എടുക്കുമായിരുന്നു. അത്രയും ക്ഷീണിതരാണ് എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അതങ്ങനെയാണ്, പകലുറക്കം പാടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അനുമോൾ അവിടെ ബെഡിൽ പോയി കിടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടല്ല, അനുമോൾ അവിടെ ബെഡിൽ പോയി കിടക്കുന്നു. ആദിൽ നൂറയും പുതച്ച് കിടക്കുന്നു. സാബുമാൻ പുതച്ച് കിടക്കുന്നു. അങ്ങനെ പല ആൾക്കാരും പുതച്ച് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സിറ്റുവേഷനിൽ ആദ്യം ആര്യൻ പോയിട്ട് നൂറേനും അനുമോൾ നൂറ അതിൽ നടക്കുകയാണ്. നൂറ അത്രയൊക്കെ അത് ചെയ്തെങ്കിൽ കൂടി നൂറ അതിൽ നടക്കുകയായിരുന്നു. ആദിലേനെ പോയിട്ട് ആര്യൻ തട്ടി വിളിക്കുന്നു. വളരെ നല്ല സ്വീറ്റായിട്ട് നല്ല നോർമലായിട്ട് തന്നെ തട്ടി വിളിക്കുന്നു. അതേ ആര്യൻ വീണ്ടും അനുമോളുടെ അടുത്ത് വീണ്ടും തട്ടി വിളിക്കുന്നു. അനുമോൾ കിടക്കുന്നത് കുറേ നേരത്തെ തൊട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഒരു കണ്ടൻറ്റ് അവിടെ നടക്കാൻ പോകുകയാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് ഫുള്ള് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ തട്ടി വിളിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നു. എല്ലാവരും കിടക്കുന്നു, ഉറങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ ആര്യൻ പോയിട്ട് ക്യാപ്റ്റനോട് പറയുകയാണ്. മറ്റ് ക്യാപ്റ്റനായിട്ടുള്ള ഇവർ 3 പേരും ക്യാപ്റ്റൻസാണ്. 3 പേർക്കും ഒരേപോലെ തന്നെയാണ്. അക്ബർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നെവിൻ, അതേപോലെ തന്നെയാണ് ആര്യൻ. 3 പേരും ഒരുപോലെയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. അവിടെ ചെന്നിട്ട് ഒരുപാട് സിറ്റുവേഷനിൽ പല ആൾക്കാരും കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉറങ്ങിയിട്ട് പോലും പട്ടി കുറയ്ക്കാത്ത സിറ്റുവേഷൻ ായിട്ടുണ്ട്. നെവിനൊക്കെ കംപ്ലീറ്റ് മടിയുടെയും തുടക്കം തൊട്ടേ അറിയാം. ഇപ്പോൾ ഈ ടാസ്കിൻ്റെ ക്ഷീണം പോലും അല്ലാതെ തന്നെ പല സിറ്റുവേഷനിലും നെവിനും ആണെങ്കിലും ആരാണെങ്കിലും അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ആര്യന് കിടന്നുറങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷനിലും പട്ടി പോലും കുറയ്ക്കുന്ന ഒരു ഇതുണ്ടായിട്ടില്ല ഒരു സീസണിൽ. ഓക്കെ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആര്യൻ പോയിട്ട് നെവിനോട് പറയുന്നു. നെവിൻ ചെന്നിട്ട് അനുമോളോട് സംസാരിക്കും. നെവിൻ ചെന്നിട്ട് അനുമോളോട് പറയാണ്, നീ നീക്കണം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ചോദ്യം ഇതാണ്. അനുമോൾ അവിടെ കിടന്നുറങ്ങിയിട്ടില്ല. ഓക്കെ,
കിടന്നുറങ്ങാത്തൊരു വ്യക്തിയെ എന്തുകൊണ്ട് എണീപ്പിച്ച് നിർത്തണം എന്നുള്ളത് അറിയില്ല. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ അനുമോൾക്കൊപ്പം ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു അടി തുടങ്ങുന്ന വിഷയത്തിൽ, ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന വിഷയത്തിൽ ഡെഫിനറ്റ്ലി 110% അനുമോളുടെ കൂടിയാണ്. കാരണം വെച്ചാൽ ഉറങ്ങാതെ കിടക്കുന്ന അനുമോളുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ പട്ടി ഷോ കാണിക്കേണ്ട, ഇതുപോലെ വൃത്തികെട്ട ഷോ, ഇതുപോലത്തെ ചീപ്പ് ചെറ്റത്തരം കാണിക്കേണ്ട ഒരാവശ്യമില്ല നെവിനോ ആരിനോ. അതിൻ്റെ ആവശ്യമില്ല. ആരും പോയി വിളിച്ചു, ആരും നോർമലായിട്ടായിരുന്നു. പക്ഷേ നെവിൻ കപ്രീഷ്യസ് ആംബ്രോഷ്യസിന് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഷോ അനുമോളുടെ അടുത്ത് പോയി കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു വേർഷൻ. ഞാൻ ലൈവ് കണ്ടത്, നിങ്ങൾ ലൈവ് കണ്ടത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വിളിക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, ഒരു ക്ലാസ്സുമായിട്ട് പോയിട്ട് വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ കണ്ടീഷനൊക്കെ ഉണ്ടായി. ഈ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് ഈ ഒരു പ്രശ്നം തുടങ്ങി വെച്ചത് നെവിനാണ്. നെവിൻ അനുമോളുടെ ദേഹത്തേക്ക് വെള്ളം കുടഞ്ഞു. 110% നെവിൻ ഹാസ് നോ റൈറ്റ്, അബ്സൊല്യൂട്ട്ലി നോ റൈറ്റ് ടു ഡു ദാറ്റ്. ഒരിക്കലും വെള്ളം കുടയാനുള്ള അധികാരമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ഇന്നലെ ആദില വെള്ളം കുടഞ്ഞില്ലേ, ഇതുപോലെ ആദില ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുടഞ്ഞില്ലേ? ശരിയാണ്, നല്ല ടേംസിലിരിക്കുന്ന സമയത്ത് അക്ബറിൻ്റെ മേലേക്ക് കുടഞ്ഞു വരും, നല്ല ടേംസിലിരിക്കുന്ന സമയത്ത് കുടഞ്ഞായിരിക്കാം. പക്ഷേ അനുമോൾ അത് കംഫർട്ടബിൾ അല്ല, ബെഡിൽ കിടക്കുന്ന സിറ്റുവേഷൻ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നെവിനില്ല. ചോദ്യങ്ങൾ മറുചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വാദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രം മുൻനിർത്തി പറയുന്നു, പഴയ ഇൻസിഡൻസിലേക്കും പോകുന്നില്ല. ആ ഒരു കോൺവെർസേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ വെള്ളം കുടയേണ്ട ഒരു ആവശ്യമില്ല. കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പട്ടി കുരയ്ക്കുക, ലക്ഷറി പോയിന്റ് പോവുക, ബിഗ് ബോസ് വിളിച്ച് പറയുക, എന്ത് വേണമെങ്കിൽ ആവാമായിരുന്നു. പക്ഷേ നെവിൻ്റെ ഒരു സിറ്റുവേഷൻ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നെവിൻ കപ്രീഷ്യസ് ആംബ്രോഷ്യസിന് എന്തും കാണിക്കാം ബിഗ് ബോസിൽ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം അവിടെ നെവിൻ കുടയുന്നു. നെവിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നെവിൻ ഹാസ് നോ റൈറ്റ് ടു ഡു ഇറ്റ്. പക്ഷേ അനുമോൾ അവിടെ എണീറ്റ് നിന്ന് നെവിൻ്റെ കയ്യിൽ മാന്തുന്നു, വിച്ച് ഇസ് മോർ ദൻ ദാറ്റ്. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരുന്നു എന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു കാരണവശാലും അനുമോൾ ഇത് 1ഉം 2ഉം പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യമായി കയ്യുമ്മിൽ മാന്തുന്നു. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫിസിക്കൽ അസോൾട്ട്, കൺസിഡർ ടു ബി മോർ ദാൻ. അതായത് ആ വെള്ളം കുടയുന്നതിനേക്കാളും എത്രയോ ഗ്രേവ് മിസ്റ്റേക്കാണ് ഒരാളെ ദേഹത്ത് വേദനിപ്പിക്കുക, ഒരാളെ ദേഹം വേദനിപ്പിക്കുക, ഒരാളെ മുറിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അൺപാർഡണബിൾ കാര്യമാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ആരെങ്കിലും ഇതുപോലെ പെൺകുട്ടികളോ അനിയത്തിമാരോ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാന്തി മുറിയാക്കുന്ന ടീമുണ്ടെങ്കിൽ ആ മാന്തിയിട്ട് മാന്തി കഴിഞ്ഞ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്താണ് അതിൻ്റെ വിഷമം മനസ്സിലായി. മേല് വെള്ളമാകുന്ന സമയത്ത് ഇങ്ങനെ മാന്തി മുറിയാക്കും. എന്താവശ്യത്തിന് ഈ ഒരു വെള്ളം കുടഞ്ഞതിൻ്റെ ആവശ്യത്തിൽ ഇങ്ങനെ മാന്തേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അനുമോൾ ഫസ്റ്റ് മാന്താൻ പോയി, അങ്ങനെ മാന്താൻ സിറ്റുവേഷൻ. പക്ഷേ അനുമോൾ ഫസ്റ്റ് മാന്താൻ തുടങ്ങിയെങ്കിലും പിന്നീട് അനുമോൾ നേരെ ഈ മാന്തൽ നിർത്തിയിട്ട് നേരെ ഈ വെള്ളം തട്ടിക്കളയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അനുമോൾ നേരെ അത് ഞാൻ ലൈവിലുണ്ടായത് എക്സാക്റ്റായിട്ട് പറയാൻ കേട്ടോ. ഇതിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഷനും ആൾക്കാർക്കൊക്കെ വേർഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ കണ്ടതിൻ്റെ വേർഷനാണ്. അപ്പോൾ അനുമോൾ നേരെ അവിടുന്ന് ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് ആ സീന്. അപ്പോൾ നിങ്ങൾക്കിത് ഇത്ര കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ സമയത്ത് പിന്നെ അനുമോൾ ചെന്നിട്ട് ഇവൻ്റെ ഗ്ലാസ് തട്ടിപ്പറിക്കുന്ന ആ വെള്ളം അവിടെ കളയുന്നു, തട്ടിപ്പറിച്ച് വെള്ളം അവിടെ കളയുന്നു. വെള്ളം കളഞ്ഞിട്ട് നീ ഒഴിക്കടി എന്ന് പറഞ്ഞിട്ട് നെവിൻ പ്രൊവോക്കിംഗ് ഗെയിം അവിടെ കളിക്കുന്നത്. നെവിൻ കംപ്ലീറ്റ് ആയിട്ട് പ്രൊവോക്കിംഗ് ഗെയിമാണ് കളിക്കുന്നത്. അതിൽ പ്രൊവോക്ഡായിട്ട് അനുമോൾ ഒരു കുപ്പി വെള്ളം നെവിൻ്റെ ഷോൾഡറിലൂടെ ഒഴിക്കുന്നു, വിച്ച് ഇസ് അഗെയിൻ ദി സെക്കൻഡ് മിസ്റ്റേക്ക് ഫ്രം അനുമോൾ. ശരിയാണ്, നെവിൻ കാണിച്ചത് 100% തെറ്റാണ്. ആദ്യത്തെ വെള്ളം കുടഞ്ഞ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതും ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ പറയുന്നു. അനുമോൾ ആ ഒരു മാന്താൻ ചെന്നതും മാന്തിയതും പിന്നെ വെള്ളം തട്ടിക്കളഞ്ഞതും അനുമോളുടെ ഭാഗത്ത് ബിഗ് മിസ്റ്റേക്കാണ്. പിന്നെ അതിന് ശേഷം നെവിൻ പ്രൊവോക്ക് ചെയ്താണെങ്കിൽ കൂടി അനുമോൾ ചെയ്തൊരു തെറ്റാണ്. ഇവൻ്റെ മേലെ കൂടി വെള്ളമൊഴിച്ചു, നിൽക്കുന്ന ഇവൻ്റെ തലയിൽ കൂടി വെള്ളമൊഴിച്ചു. ഓക്കെ, ഇവൻ എന്ത് വേണമെന്ന് വെച്ചാൽ വെള്ളമൊഴിച്ചു. ആ വെള്ളത്തോടു കൂടി ഇവൻ പോകുന്നു. അവിടുത്തെ നിന്ന് ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ, ആ വാൽപാത്രം ഉണ്ടല്ലോ, ആ വാൽപാത്രത്തിൽ ഫുൾ വെള്ളം എടുത്തിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നു, ഒഴിക്കാൻ വരുന്നു. ബെഡിൽ ഞാൻ ഒഴിക്കുന്നു പറയുന്നു. അപ്പോൾ അനുമോൾ ഇറങ്ങി ധൈര്യം ഉണ്ടെങ്കിൽ ഒഴിക്കുന്നുണ്ട്. അനുമോൾ പ്രൊവോക്ക് ചെയ്യുന്നു. അഗെയിൻ ഇവൻ്റെ ഭാഗത്തുനിന്ന് 110% ഒരു ഗ്രേവ് മിസ്റ്റേക്ക്, ബെഡിൽ വെള്ളം ഒഴിച്ചത്. ഒരു കാരണവശാലും നെവിൻ ആ ഒരു വിഷയം ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായത് ആദ്യത്തെ ആ വെള്ളം കുടയിൽ നിന്നാണ് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ ഭാഗം നിന്നിട്ടായിരിക്കും മിക്കവാറും പറയും, എല്ലാവർക്കും അവരുടെ ശരികൾ ഞാനുണ്ട്. എന്തായാലും എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഇവനായിൽ വെള്ളമൊഴിക്കുന്നു, വിച്ച് ഇസ് ലൈക്ക് അത് ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവം. ബിക്കോസ് ബിഗ് ബോസിലുള്ളൊരു പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് മഴ പുറത്ത് നടക്കുന്ന സിറ്റുവേഷനിൽ അവിടെ ബെഡ് ഉണങ്ങി കിട്ടില്ല. അത് ഇനിയിപ്പോൾ നെവിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രിവിലേജ് ബിഗ് ബോസിലുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം വെച്ചാൽ അവിടെ പ്രോപ്പർട്ടി ഡാമേജ്, കൈൻഡ് ഓഫ് എ പ്രോപ്പർട്ടി ഡാമേജാണ്. നമ്മൾ കിടക്കുന്ന ഒരു ബെഡിൽ, അതുപോലെ ഒരു ഫോം ബെഡിലോ കാര്യങ്ങളൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് സ്മെല്ല് വരാൻ, പിന്നെ അത് കിടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെന്നറിയില്ല. ദാറ്റ്സ് കൺസിഡർഡ് ടു ബി എ പ്രോപ്പർട്ടി ഡാമേജ്. എന്ത് ആക്ഷൻ ബിഗ് ബോസ് എടുക്കും, എത്ര എക്സ്റ്റെൻഡ് വരെ ബിഗ് ബോസ് എടുക്കുമെന്നറിയില്ല. അത് എടുക്കാൻ നെവിൻ അവിടെ നിൽക്കുമെന്നുള്ള അറിയില്ല. കാരണം വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നെവിൻ ഏറ്റവും താഴെയാണ്. ആര്യനും ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. ഇന്നത്തെ ഇൻസിഡൻറ്റും അതിനുശേഷം നടന്നിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ നെവിൻ്റെ വോട്ട് താഴെ പോകാം. പക്ഷേ തീർന്നിട്ടില്ല. അവിടെയാണ് ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നത് കേട്ടോ. ഞാൻ ലൈവ് കണ്ടത് പ്രകാരം പറയുകയാണ്. ഈ ഒരു സംഭവം ഇവൻ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാവരും കൂടുന്നു. ഷാനവാസ് വളരെ അതിശക്തമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നു ആദ്യം. പിന്നീട് ഇവരൊക്കെ വലിയ റീസണും ഞാൻ പറഞ്ഞുതരാം.
ഷാനവാസ് വളരെ അതിശക്തമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു, ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്, എനിക്ക് ഒരു റൈറ്റും ഇല്ല, വെള്ളം കുടയാനുള്ള യാതൊരു റൈറ്റും ഇല്ല, കാരണം വെച്ചാൽ അത് ശരിയല്ല നീ ചെയ്തിട്ടുള്ളത് എന്നുള്ള ന്യായത്തിൻ്റെ ഭാഗത്ത് നമുക്കൊക്കെ തോന്നിയ പോലെ തന്നെ ഷാനവാസ് അവിടെ നിന്ന് സംസാരിക്കുന്നു. അനീഷും സപ്പോർട്ട് ചെയ്ത് പറയുന്നു, എല്ലാവരും അനുമോളുടെ സപ്പോർട്ടായി പറയുന്നു. അക്ബറും അവിടെ വേറെ വലിയൊരു കാര്യം ഉണ്ടായി, ഈ വെള്ളം കുടഞ്ഞുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആര്യൻ കൈയടിച്ചിരിക്കുന്നുണ്ട്. അവൻ്റെ കഥ വേറെ, ഒരു വെളിയും വെള്ളിയാഴ്ച ഇല്ലാത്ത വേറെ തെങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചതിന് വിഷയങ്ങളിൽ കാര്യം വെച്ചാൽ അതിൽ പക്വതയായിട്ട് ഹാൻഡിൽ ചെയ്താണ് ഷാനവാസ്. അക്ബർ പോലും ആ ഒരു കാര്യത്തിൽ എന്തായാലും നീ വെള്ളം ഒഴിച്ച് ശരിയായില്ല കേട്ടോ എന്നുള്ളൊരു സെൻറ്റൻസെങ്കിലും അക്ബർ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ആര്യൻ്റെ പക്വതയില്ലായ്മ, അവൻ പണ്ടുള്ള ടൈപ്പുള്ള പക്വതയില്ലായ്മ, ആ ഒരു ആർക്കലും പരിപാടിയും കയ്യടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റേ പ്രൊമോയിൽ കണ്ടത് ശരിയാണ്. ആര്യൻ അവിടെ നെവിൻ ആ വെള്ളം ഒഴിച്ചതിന് കാര്യത്തിന് ഈക്വലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യം ഇപ്പോൾ ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആര്യൻ ശരിയാണ്, നെവിനെ ഈ വെള്ളം ഒഴിച്ചതിന് വരെ സപ്പോർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളാണ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ നെവിൻ്റെ ഭാഗത്താണല്ലോ ബോൾ നിൽക്കുന്നത്, നെവിനെ വെള്ളം ഒഴിച്ചിട്ടുള്ള നെവിൻ്റെ ഭാഗത്തിൽ അനുമോളുടെ ഭാഗത്താണ്, അനുമോളുടെ കോർട്ടിലാണ് ബോൾ നിൽക്കുന്നത്, അനുമോളുടെ ഭാഗത്താണ് ന്യായം നിൽക്കുന്നതും വെള്ളം ഒഴിച്ച സിറ്റുവേഷൻ. ഇവിടെ നമ്മുടെ നെവിൻ പിന്നെയും പ്രൊവോക്കിംഗ് ഗെയിം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, പ്രൊവോക്കിംഗ് ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ അനുമോളുടെ വായന എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പല സിറ്റുവേഷനിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ക്വയറ്റ്, ഈ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പിന്നെ അനുമോളുടെ അടുത്ത് നിന്ന് വലിഞ്ഞിട്ട്, നോട്ട് ഈവൻ അതിലെ പോലും വേർബലി അവിടെ സംസാരിക്കുന്നില്ല, തട്ടിക്കൊട്ടി ഒപ്പിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും വേർബലി അനുമോളുടെ അടുത്ത്, ഈവൻ ഷാനവാസ് പോലും വേർബലി അനുമോളുടെ അടുത്ത് സപ്പോർട്ട് പിൻവലിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം വെച്ചാൽ അനുമോൾ പറഞ്ഞു, നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്, നീ രാത്രിയിൽ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ അറിയുന്നുണ്ട്. വെരി കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനുമോളുടെ ഭാഗത്തുനിന്ന്, ഏറ്റവും അധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് ഇപ്പം കാണിക്കുന്നത്, ഈ പിന്നെ നെവിൻ എന്ത് കാര്യമാണ് കാണിക്കുന്നത്? ഒരു മിനിറ്റ്, നെവിൻ എന്ത് കാര്യമാണ് രാത്രി കാണിക്കുന്നത്? എന്താ അനുമോൾ പറഞ്ഞിട്ടുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ദിസ് ഇസ് നോട്ട് ദി ഫസ്റ്റ് ടൈം നെവിൻ്റെ ഈ അനുമോളുടെ ഭാഗത്ത് നിന്ന് ജിസേലിൻ്റെ ആര്യൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സത്യ ചെയ്യുന്നുണ്ട്, പലരും പറഞ്ഞ് നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ വിഷയമാണ്. പക്ഷേ നെവിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഷാനവാസ് പറഞ്ഞിട്ടുള്ള അതേ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിന് അനുമോൾ ഡെഫിനറ്റ്ലി ഉത്തരം പറയേണ്ടി വരും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അനുമോളുടെ ഭാഗം ആയിരുന്നു എന്നുള്ളത്. നമ്മളൊരാളുടെ ഭാഗം നിന്നിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് വെച്ചാൽ ദർ ആർ സർട്ടൺ ഒരു നമ്മൾ സംസാരം നിർത്തേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ സംസാരം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് തന്നെ തിരിച്ചടിക്കും. ആ തിരിച്ചടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അനുമോൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം അനുമോൾ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുമ്മിലാണ് ഇപ്പോൾ നെവിൻ വീണ്ടും പിടിച്ച് തൂങ്ങിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അതിൻ്റെ പേരിലാണ് നീ ആർട്ടിഫിഷ്യൽ ഒരു സ്ത്രീ, നീ 86 ജനിക്കേണ്ട ആളായിരുന്നു, ഇന്ന് 2025 എന്നൊക്കെ പറഞ്ഞ അനുമോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നെവിനോട് ഇടയ്ക്കുന്ന് കയറിയ ഒരാൾക്ക് അനുമോളോട് സംസാരിക്കുന്ന സമയത്ത് നെവിൻ്റെ ഭാഗത്ത് ദേഷ്യം തോന്നാം. പക്ഷേ നെവിൻ്റെ അഗെയിൻസ്റ്റായിട്ട് അനുമോൾ ഉന്നയിച്ചിട്ടുള്ള വലിയൊരു ആരോപണം എന്ന് മാത്രമല്ല, അനുമോൾ അത്രയും 100% പറയുന്നത്, നീ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്നതെല്ലാം പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്. രാത്രിയിൽ നീ എന്താ രാത്രി നെവിൻ കാണിക്കുന്നത്? പുരുഷന്മാരെ കൂടെ, അതായത് സ്ത്രീ. പിന്നെ അത് മാത്രം, അപ്പോൾ അതിന് മറുപടിയായിട്ട് നെവിൻ പറയുന്നുണ്ട്, നീ പിന്നെ എന്താ പറയുക, നീ ശൈത്യയുടെ കൂടെ കിടന്നിരുന്നില്ലേ? ശൈത്യയുടെ കൂടെ കിടന്ന സമയത്ത് നെവിൻ്റെ സ്ത്രൈണ ക്യാരക്ടർ, നെവിൻ ഗേ ആണ്, അതുപോലെ മറ്റേ പരിപാടിയാണ് ആണുങ്ങളുടെ കൂടെ നടന്ന് കാണിക്കുന്നത് എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് അനുമോൾക്ക് തിരിച്ചടിക്കിട്ടോ സീരിയസ് ആയിട്ട്. നിങ്ങൾ എത്ര അനുമോൾ ഫാനാണെങ്കിലും, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ഇനി അനുമോളെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും, ഒരു കാര്യം എനിക്ക് എത്ര മാത്രമേ പറയാനുള്ളൂ, ഒരു കാരണവശാലും അനുമോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് ശരിയായില്ല എന്ന് മാത്രമേ 110% പറയാനുള്ളൂ. അവനും ഇല്ലൊരു കുടുംബം പുറത്ത്, അവനും ഇല്ല ഒരു ഇതില്ലേ, ഒരു ഇമേജ് ഇല്ലേ പുറത്തില്ലേ? എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വാചകമാണ് വരിക, അത് വളരെ മോശമായിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സംസാരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മളെ തന്നെ എതിർപ്പിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചു അനുമോൾ. എന്ത് ധൈര്യത്തിലാണ് പറയുന്നത്, എന്ത് പരിപാടി? ഞാൻ വേറെ ഇവർ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ശൈത്യയുടെ കൂടെ നീ കിടന്ന സമയത്ത് ഇങ്ങനെ പറയണ്ടേ? അതായത് ആണും കിടന്ന് മറ്റേ പരിപാടിക്കാണെന്നുള്ളതാണ് പറയുന്നത്. അതാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന സംഗതികൾ കംപ്ലീറ്റ് പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്, രാത്രിയിൽ നീ കാണിക്കുന്നത്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? രാത്രിയിൽ നെവിൻ എന്താ അതിനുള്ളിൽ കിടന്ന് കാണിക്കുന്നത്? അറിയാൻ താല്പര്യമുണ്ട്. ഡെഫിനറ്റ്ലി ലാലേട്ടൻ ഇത് ചോദിക്കണം. രാത്രിയിൽ നെവിൻ എന്താണ് ഒറ്റാണ്? നെവിന് മാത്രമല്ല, നെവിൻ കിടക്കുന്നത് അക്ബറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രശ്നം വരുന്നത് അക്ബറിനാണ്. അക്ബർ അവിടെ നെവിൻ ഒന്നുമില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നെവിൻ്റെ സോഷ്യൽ പ്രൊഫൈൽസൊക്കെ നോക്കുന്ന സമയത്ത് ഗേ ആണെന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. അവൻ്റെ ഇതൊന്നും പറഞ്ഞിട്ടില്ല, സ്ട്രൈനത് ഉണ്ടെന്നുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കൂടെ കിടക്കുന്ന അക്ബറും ഒപ്പം കിടക്കുന്ന ആര്യനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഷാനവാസ് ഉന്നയിച്ച അതെ, എനിക്കൊന്നും ഷാനവാസിന് നേരിട്ടുള്ള അനുഭവം ഉണ്ടായത്. ഷാനവാസിന് നേരിട്ട് അനുഭവം ഉണ്ടായി എന്നിട്ടാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് അവൻ്റെ ടച്ച് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞത്. അതിലേറെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് അല്ലേ അനുമോൾ ചെയ്തിട്ടുള്ളത്. അവൻ രാത്രിയിൽ എന്താ കാണിക്കുന്നത്? എന്താ രാത്രിയിൽ കാണിക്കുന്നത്? മറ്റേ പണി എടുക്കുക, ആണുങ്ങൾ തമ്മിലുള്ള പരിപാടി എടുക്കണോ? ഹോമോസെക്സ് ആണോ? അതാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിട്ടുള്ളത്. ഇത് അനുമോൾക്ക് തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ അറിയോ, ഞാൻ ഇതുവരെ പല പ്രാവശ്യവും പറയാതെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഞാനത് തുറന്ന് ചോദിക്കുകയാണ്. നൂറയും ആദിലയും ലെസ്ബിയൻസ് ആണ് അല്ലേ? നൂറയ്ക്ക് അതിലിനോട് അവർക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരോട് അട്രാക്ഷൻ തോന്നുന്നില്ല.
ആദില ഫുൾ ടൈം അനുമോളുടെ കൂടെയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള റീല്, അക്ബർ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, ഇവർ എന്തിനുള്ള പുറപ്പാടാണെന്നുള്ള റീല് നിങ്ങൾ എത്ര പേര് കണ്ടുവരില്ല, എനിക്ക് ഇപ്പോൾ ചകഞ്ഞെടുക്കാൻ വയ്യ. അതായത് അനുമോളെ ആദില എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇതിൽ കൊണ്ടുപോയി ഇടുന്നൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഇത് പറയാതെ വയ്യ. അറ്റ്ലീസ്റ്റ് ബൈ നൗ അനുമോൾ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം പറയുകയാണ്. ഈ ആദില എന്ന് പറഞ്ഞ ലേഡിയായിട്ട് അനുമോൾ ഭയങ്കര ക്ലോസ് ആണ്. വെരി ക്ലോസ്. എൻ്റെ വെളിക്കിന് കെട്ടിപ്പിടിക്കലും ഉരുണ്ടുമറയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആദിലയുടെ ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ള ആദില വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആദിലയും അനുമോളും കൂടി കെട്ടി പറയുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞുകൂടാ. അനുമോൾ ചോദിച്ചിട്ടുള്ള കാര്യം, ഇവിടെയുള്ള വേറെ ഇത്രയും ആണുങ്ങളുണ്ട്, 6 ആണുങ്ങളുണ്ട്, ഈ ആണുങ്ങളെ പോലെ ഒന്നല്ല നീ. അതായത് 6 ആണുങ്ങൾ ഇവിടെ ഉണ്ട്, ആ ആണുങ്ങളെ പോലെയല്ല നീ ഇവിടെ കിടന്നിട്ട് എന്താ രാത്രി കാണിക്കുന്നത്. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 6 ആണുങ്ങളെ പോലെയല്ല നീ, ഈ ആണുങ്ങളെ ആണുങ്ങളെ പോലെയല്ല നീ ഇവിടെ കിടന്ന് രാത്രി എന്താണ് കാണിക്കുന്നത് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പുരുഷന്മാരെല്ലാം അവിടെ കാണിക്കുന്നതിനേക്കാളും ഒരു തോന്നിയാസമായിട്ടുള്ളൊരു സംഭവം, പുരുഷന്മാരോട് കൂടെ കട്ടിൽ കിടന്നിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നത്, തോന്നിയാസം കാണിക്കുന്നത്, സെക്ഷൽ ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിവിൻ എന്നാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഡെഫിനറ്റ്ലി ചോദ്യം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് ചോദ്യം ചെയ്യും. ഇറ്റ്സ് ലൈക്ക് മോർ ആ വെള്ളം കുടഞ്ഞതിനെ പറ്റിയും ബെഡിൽ വെള്ളം ഒഴിച്ചതിനൊക്കെ പ്രോപ്പർട്ടി പരിപാടി എന്തായിക്കോട്ടെ, പക്ഷേ അതിനേക്കാളും വലിയൊരു ഗ്രേവ് മിസ്റ്റേക്കാണത്. ക്യാരക്ടർ അസാസിനേഷൻ അറ്റ് ഇറ്റ് സ്പീക്കാണ്. ഇനി എന്താ സംഭവം നമുക്കറിയില്ല, എന്താണ് അവിടെ കണ്ടുള്ളതെന്നുള്ള അവർ തീരുമാനിച്ചിട്ടുണ്ട്. ലൈവിൽ കണ്ട പ്രകാരം നമുക്ക് അതൊന്നും എനിക്ക് ഇതുവരെ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് ലൈവിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രാവശ്യം സീസൺ കണ്ട എനിക്ക് ഒരു കാരണവശാലും നെവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ളൊരു ഇതുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ലൈക്ക് അത് ഭയങ്കര ഹൈറ്റ് ഇതായിപ്പോയി. അപ്പോൾ ഈ ഒരു സംഭവം ചോദ്യം ചെയ്യുന്നു, അവിടെ എല്ലാവരും ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് നീ അവൻ്റെ ആ ഒരു എന്താ പറയുക ഇമേജിനെ തന്നെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് എന്താ വെച്ചാൽ ആദിലയും അനുമോളും കൂടി കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ബാക്കി ആർക്ക് കാണുന്ന എല്ലാവർക്കും തിരിച്ച് ചോദിച്ചൂടെ, അനുമോൾ അങ്ങനെയല്ലാന്ന് വിചാരിക്കാം, പക്ഷേ ആദിൽ ആ ഒരു രീതിയിലാണ് പിന്നെ അനുമോളെ ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞൂടെ. ഞാൻ അങ്ങനെ പറയല്ലോ, അങ്ങനെ പറഞ്ഞൂടെ, അങ്ങനെ തോന്നിക്കൂടെ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ പക്ഷം ചേരാതെ PR പിടിക്കാതെ സ്തുതി പാടാതെ അന്തമാവാതെ എന്ന് ചിന്തിച്ചിട്ട് പറയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അനുമോൾ നെവിനൊരു സ്ത്രൈണ ക്യാരക്ടർ അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനൊരു സ്ത്രൈണ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവൻ പുരുഷൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എനിക്ക് അവനെ വലിയ താല്പര്യം ഉണ്ടായിട്ട് ആളല്ല. എനിക്കും പല സമയത്ത് അവൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നത്തെ ആക്റ്റും അവൻ തുടങ്ങിയത് അവൻ്റെ ഭാഗത്താണ് തെറ്റ് തുടങ്ങിയത്. പക്ഷേ അനുമോൾ അത് വെള്ളം കോരി കല ഉടച്ചു. വളരെ മോശമായിട്ടുള്ള പരിപാടി അനുമോൾ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിലായിട്ട് ഇത്രയും വളരെ ക്ലോസ് ആയിട്ട് കഴിയുന്ന അനുമോളോട് അതിൽ ഏത് രീതിയിലാണ് പെരുമാറുന്നത്, അവർ തമ്മിൽ എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ വേറെയും കാര്യങ്ങൾ പറയുന്നില്ല. ഇന്നലെ കേട്ടു നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ താമസിക്കുമ്പോൾ ഞാനും കൂടെ വന്ന് നിൽക്കുന്ന പറയുമ്പോൾ 3 സ്ത്രീകളാണ്. ബിക്കോസ് ദർ ഓൾ അട്രാക്റ്റഡ്. അവർ അതിലേക്ക് നൂറൊക്കെയാണെങ്കിൽ ഒരു സ്ത്രീനോട് അട്രാക്ഷൻ പുരുഷനോടല്ല. ഇതൊന്നും നിന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ സദാചാര അമ്മാവൻ കളിച്ചുകൊണ്ട് നടക്കല്ല, ഒരിക്കലും അല്ല. അതൊക്കെ അവരവരുടെ പാടായി. പക്ഷേ ഗെയിമിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നടന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. അതിലാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ ചെറിയൊരു അഭിപ്രായത്തിലാണ് വെള്ളം കോരി കലമുടക്കുക എന്നുള്ളതിന് എക്സാമ്പിളാണ് ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ളത്. വാട്ട് അനുമോൾ ഡിഡസ് അവസാനമായപ്പോൾ എൻറ്റയർലി റോങ് ആയിപ്പോയി. സത്യമാണ്. ഇനീഷ്യലി അതിൻ്റെ ഭാഗത്താണ് ന്യായം. അനുമോളെ എല്ലാവരും കൂടി പീഡിപ്പിക്കുന്നു. കിടക്കയിൽ വെള്ളമൊഴിച്ചു മാറി അവിടെ വേറെ എവിടെയും കയറി കിടക്കുക. എന്നിട്ട് ബിഗ് ബോസിനോട് വൈ ഡോണ്ട് ദേ കംപ്ലെയിൻ ടു ബിഗ് ബോസ്? എന്തുകൊണ്ട് ബിഗ് ബോസിനോട് വളരെ സ്ട്രോങ് ആയിട്ട് കംപ്ലെയിൻ ചെയ്യാത്ത? ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അനുമോൾ എടുത്തെടുത്ത് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഭയങ്കര പൊന്നോമന പുത്രനല്ലേ നിനക്ക്, അങ്ങനെ എന്താ പറയുന്നത്, ബിഗ് ബോസിൻ്റെ പൊന്നോമനയാണ് നിനക്ക് യാതൊരുവിധ പ്രശ്നവും കാര്യങ്ങളൊന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്ര അധികം ആൾക്കാർ അനുമോളെ ബാക്കപ്പ് ചെയ്യാതെ അവിടുന്ന് മാറി? എന്തുകൊണ്ട് ഷാനവാസ് പിന്നീട് അവിടുന്ന് വലിഞ്ഞു? ഷാനവാസ് പിന്നീട് സംസാരിക്കുമെന്നുള്ള അറിയില്ല. പക്ഷേ ഷാനവാസ് എന്തുകൊണ്ട് അവിടുന്ന് വലിഞ്ഞു? ഓരോരുത്തരും എന്തുകൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാതെ വലിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം വെച്ചാൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് അവൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായി തോന്നുന്നുണ്ട്. ഞാൻ ഈ എഴുതി വെച്ചിട്ടില്ല, അതേപോലെ ലൈവ് ഇങ്ങനെ കേട്ടും കൊണ്ട് വന്നിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. എതിരഭിപ്രായം ഉണ്ടായിരിക്കാം അനുമോളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്. സ്വാഭാവികമായിട്ടും പ്രൊമോ കണ്ട സമയത്ത് ഞാൻ പ്രൊമോ റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അനുമോൾക്ക് ദർ വാസ് എൻ ഇൻജസ്റ്റിസ് ടു ഹെർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ കിടക്കയിൽ വെള്ളമൊഴിക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനിയിപ്പോൾ ഞാൻ അവിടെ കിടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതെന്തായാലും അവരുടെ ഇഷ്ടം കേട്ടോ, അനുമോളുടെ ഇഷ്ടമാണ് അവിടെ കിടക്കണം എന്നുള്ളത്. അത് ബിഗ് ബോസ് നോക്കിക്കോട്ടെ. പ്രോപ്പർട്ടി ഡാമേജ് എന്തെങ്കിലും ഇവൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ചിന്തിക്കാന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഒക്കെ ഇത്ര സീരിയസ് ആയിട്ട് ഈ ഇൻസ്റ്റഡ് ഓഫ് മാന്ത പരിപാടി ചെയ്യുന്നതിന് വരെ ബിഗ് ബോസിനോട് സീരിയസ് ആയിട്ട് ആയിക്കൂടത് അങ്ങനെ ചെയ്തൂടെ? എനിക്കറിയില്ല, ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല അല്ലേ. തലവേദന. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. രാത്രി ഡീറ്റെയിൽ എപ്പിസോഡ് വരുന്ന സമയത്ത് ഞാൻ വിധുവിനോടും കൂടെ സംസാരിച്ചിട്ട് ഇപ്പോൾ അവളുടെ അഭിപ്രായം എന്താ അതിലെന്നുള്ള അറിയില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഞാൻ ഇവിടെ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല.
ഓക്കെ, ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒറ്റ സെഷനിലുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ചേർന്നിട്ട് അനുമോളെ ദ്രോഹിക്കുന്നേ ഇവൻ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നേ ഡീഗ്രേഡ് ചെയ്യുന്നേ പറഞ്ഞോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. പറയത് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ ചില സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് കാണില്ല. ഇത് സപ്പോർട്ട് ചെയ്താൽ പോലും കാണില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കാണിക്കാനല്ലേ. അപ്പോൾ ആ ചെറുപ്പക്കാരനെ കുറിച്ച് അനുമോള് പറഞ്ഞിട്ടുള്ള സാധനത്തിനോട് എത്രത്തോളം, പക്ഷെ അവൻ്റെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലും റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൻ ഇതാണെന്നുള്ളത്, ഒരു ഹീസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് മെയിൽസ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അറിയില്ല, പക്ഷേ അട്രാക്ഷൻ തോന്നുന്ന പോലെയല്ലോ നീ രാത്രി എന്താ അവിടെ കിടന്ന് കാണിക്കുന്നത് എന്നുള്ളത്. അതൊന്നും അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പാടില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.